തിരുവമ്പാടിയുടെ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി സ്ട്രാറ്റജികൾ പ്രയോഗിക്കേണ്ടി വരുന്ന സമയത്ത് ചരിത്രപരമായി നമ്മൾ പരിശോധിക്കുമ്പം അതിനകത്തൊരു സങ്കടകരമായ ഒരു അവസ്ഥ കൂടിയുണ്ട്. കാരണം തിരുവമ്പാടിയുടെ ഒരു ചരിത്രം ആ നിലയ്ക്ക് ഒരു ഒരു എന്താ പറയുക കമ്മ്യൂണിറ്റി പ്രൊപ്പഗാൻഡുകളെ മാത്രം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു വോട്ടിങ്ങിലേക്ക് പോയിട്ടുള്ള ഒരു മണ്ഡലം അല്ല. സത്യത്തിൽ ഒരു വളരെ സെക്യുലറായ ഒരു വോട്ടിൻ്റെ ഒരു പാരമ്പര്യം കൂടി ശരിക്കും ഈ മണ്ഡലത്തിന് ചരിത്രപരമായിട്ടുണ്ട്. കാരണം നേരത്തെ ഞാൻ സി മോയിൻകുട്ടി MLA യുടെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സി മോയിൻകുട്ടി മുസ്ലിം ലീഗിൽ നിന്ന് തുടർച്ചയായി മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ആ മണ്ഡലം ഒറ്റക്കൈയായി തങ്ങളുടെ ജനപ്രതിനിധിയായി സ്വീകരിച്ച് നിയമസഭയിലേക്ക് പറഞ്ഞയച്ച ഒരു രാഷ്ട്രീയ കാലം തിരുവമ്പാടിക്കുണ്ട്. കാരണം തിരുവമ്പാടിയിലുള്ള മലയോര മേഖല, പ്രത്യേകിച്ചും ഈ അങ്ങേയറ്റമുള്ള കിഴക്കൻ പ്രദേശങ്ങളിലുള്ള ഈ പുല്ലൂരാമ്പാറയും കൂടരഞ്ഞിയും ഒക്കെ അടങ്ങുന്ന ആ പ്രദേശങ്ങൾക്കകത്തുള്ള മനുഷ്യരെ മുഴുവൻ അവർക്കിടയിലേക്ക് ഇറങ്ങി വന്ന അവരുടെ തങ്ങളുടെ നേതാവായി, പ്രത്യേകിച്ചും ഈ സി മോൻകുട്ടി MLA നിയമസഭയിൽ ഉന്നയിച്ച പല ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും മലയോരക്കാരൻ്റെ പ്രശ്നങ്ങൾ, അതിൽ ക്രൈസ്തവ ജനതയുടെ ധാരാളം ഇഷ്യൂസ് അവരനുഭവിക്കുന്ന സാമുദായികമായി സവിശേഷമായി അവർ അനുഭവിക്കുന്ന അവരുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടും അങ്ങനെയൊക്കെയുള്ള ധാരാളം ചോദ്യങ്ങളൊക്കെ നിയമസഭയിൽ ഉന്നയിച്ചിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് സി മോൻകുട്ടി MLA. അദ്ദേഹം മരിക്കുന്ന സമയത്തും എന്താ പറയുക കുടിയേറ്റക്കാരൻ്റെ ഒരു MLA എന്നുള്ളൊരു പിക്ചർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ തുടർച്ചയായി തെരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയച്ച ആളുകളാണ് തിരുവമ്പാടിക്കാർ. അത് മാത്രമല്ല, നമ്മൾ പരിശോധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, തിരുവമ്പാടി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ കണക്ക് കൂട്ടുന്നത് ഒരു ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയാണെന്നുള്ളതാണ്. പക്ഷേ തിരുവമ്പാടിയുടെ ഡെമോഗ്രഫി പരിശോധിച്ചാൽ അതൊരു ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയല്ല. അതിൽ ഏറ്റവും കൂടുതൽ വോട്ടുകളുള്ളത് മുസ്ലിം വിഭാഗത്തിനാണ്, രണ്ടാമതുള്ളത് ഹിന്ദു വിഭാഗത്തിനാണ്. ഏതെങ്കിലും അതിനുശേഷം മാത്രമാണ് ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ട്. ഏതെങ്കിലും വിധത്തിൽ ഒരു ഘട്ടത്തിൽ പോലും BJPക്ക് ഒരു യാതൊരു ചലനവും ഉണ്ടാക്കാൻ കഴിയാത്ത മണ്ഡലം കൂടിയാണ് നമ്മൾ പരിശോധിക്കണം. പ്രത്യേകിച്ചും ഈ 2014 ശേഷം നരേന്ദ്രമോദിയുടെ കടന്നുവരവിന് ശേഷം കേരളത്തിലുള്ള ധാരാളം മണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള വോട്ട് ഷെയർ BJP വർദ്ധിപ്പിച്ചപ്പോഴും ഇപ്പോഴും 5% വോട്ട് മാത്രം BJPക്കുള്ള ചെറിയ വോട്ടുകൾ മാത്രം അവർക്ക് ലഭിക്കുന്ന 3000, 4000, 7000 ഒക്കെ വോട്ടുകൾ മാത്രം ഇപ്പോഴും ലഭിക്കുന്ന മണ്ഡലം കൂടിയാണ് തിരുവമ്പാടി. ആ നിലയ്ക്ക് എല്ലാ കാലവും സെക്യുലറായ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിച്ചിട്ടുള്ള ഈ ജാതിമത സമവാക്യങ്ങൾക്കൊന്നും ആ നിലക്ക് പ്രസക്തി ഇല്ലാതിരുന്ന ഒരു ഭൂതകാലം തിരുവമ്പാടിക്കുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ തുടർച്ചയായി തിരഞ്ഞെടുത്തിരുന്ന ഒരു കാലം, അത്തരത്തിലൊക്കെയുള്ള ഒരു വലിയ പാരമ്പര്യം ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണ്. സവിശേഷമായ ഏതോ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള, പ്രത്യേകിച്ചും സമീപകാലത്ത് കേരളത്തിൽ സംഘപരിവാർ ക്രൈസ്തവ മേഖലയ്ക്കകത്ത് നുഴഞ്ഞു കയറുകയും ആ നിലക്കുള്ള അവരുടെ രാഷ്ട്രീയ പ്രൊപ്പഗാൻഡുകൾ കേരളത്തിൽ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയും കാസ പോലുള്ള സംഘടനകളുടെ പ്രവർത്തനം ആരംഭിക്കുകയും എത്രയോ ദീർഘകാലം കേരളത്തിൽ വളരെ ഐക്യത്തോടു കൂടിയിട്ട് സഹവർത്തിത്വത്തോടു കൂടി നിലനിന്നിരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ, പ്രത്യേകിച്ചും മുസ്ലിം വിഭാഗങ്ങളും ക്രൈസ്തവ വിഭാഗങ്ങളും പരസ്പരം ഇടകലർന്ന് നിന്നിരുന്ന ഒരു ചരിത്രം അങ്ങനെ അവകാശപ്പെടാൻ കഴിയുന്ന ഒരു നാട് കൂടിയാണ് തിരുവമ്പാടി. തിരുവമ്പാടിയുടെ പല മേഖലകൾ കേരളത്തിൽ തന്നെ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയാണ്. അതേസമയം തന്നെ താമരശ്ശേരിയും പൂനൂരും ഓമശ്ശേരിയൊക്കെ അടങ്ങുന്ന ഒരു വലിയ പ്രദേശം മുസ്ലിം ഭൂരിപക്ഷ മേഖലകളുണ്ട്. ഈ മേഖലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പള്ളിപ്പെരുന്നാളും മറ്റു നേർച്ചകളും കാര്യങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് വളരെയധികം സഹവർത്തിത്തോടെ കഴിഞ്ഞിരുന്ന ഒരു ഭൂതകാലം ഉണ്ട് തിരുവമ്പാടിക്ക്. പക്ഷേ ആ സ്ഥലത്തേക്ക് സമീപകാലത്ത് എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് മുറിയിൽ അവൻ്റെ ബെഞ്ചിൽ ഒരു മുസ്ലിം കുട്ടി ഇരിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം എന്ന് പറയുന്ന ഇടലേഖനങ്ങളടക്കം വരുന്നൊരു സാഹചര്യത്തിലേക്ക് കേരളത്തിലെ സാമുദായിക സമവാക്യങ്ങൾക്കകത്തുള്ള ചില പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡകളുടെ ഭാഗമായി ഇതിൻ്റെ പരീക്ഷണത്തിൻ്റെ ഒരു സ്ഥലമായി തിരുവമ്പാടി അടക്കമുള്ള പ്രദേശങ്ങൾ മാറുന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ കേരളത്തിൽ ഈ വരാൻ വേണ്ടി പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായി കാണുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ ആരിലേക്ക് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ആ ക്രിസ്ത്യൻ വോട്ടുകളെ രാഷ്ട്രീയമായി സ്വാധീനിക്കാനുള്ള സംഘപരിവാറിൻ്റെ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ഏറ്റവും ഗൗരവമായി റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നൊരു മണ്ഡലം എന്നുള്ള നിലയിൽ തിരുവമ്പാടി ഒരു കേസ് സ്റ്റഡി കൂടിയായി മാറുന്നൊരു സാഹചര്യമുണ്ട്. ദീർഘകാലം മുസ്ലിം ലീഗ് അവരുടെ MLA-മാരെ തെരഞ്ഞെടുപ്പ് വിജയിച്ച മണ്ഡലത്തിൽ ഒരു മുസ്ലിം പേരിൽ ഒരാൾക്ക് മത്സരിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക്, പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ഒരു ധ്രുവീകരിക്കപ്പെടുന്ന കേരളത്തിനകത്ത് വളരെ ആശങ്കയോടുകൂടി നമ്മൾ നോക്കിക്കാണേണ്ട വളരെ സെക്യുലർ പാരമ്പര്യം ഉണ്ടായിരുന്ന ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ കൂടി തിരുവമ്പാടി ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി മാറുന്നു.